ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ ആ കഥ വളരെ സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി കേട്ടതായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്രൗപദിയുടെ മാനം കാക്കുന്ന ആ ഭാഗം ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. ഇന്ന് നമ്മൾ വളരെ വിശദമായ മറ്റൊരു കഥയാണ് നോക്കുന്നത്. അത് ചിലപ്പോൾ 2-3 ഭാഗങ്ങളായിട്ട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ലോകങ്ങളുടെ അധികാരത്തിന് വേണ്ടി അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടത്തുക പതിവായിരുന്നു. വിജയം ലക്ഷ്യമാക്കി ദേവന്മാർ ബൃഹസ്പതിയെയും അസുരന്മാർ ശുക്രാചാര്യനെയും തങ്ങളുടെ പുരോഹിതരാക്കി. ഈ പുരോഹിതന്മാർ തമ്മിൽ മാനസികമായി മത്സരവും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ കൊന്നൊടുക്കിയപ്പോൾ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ശുക്രാചാര്യൻ മരിച്ചു വീണ അസുരന്മാരെ ജീവിപ്പിച്ചു. എന്നാൽ അസുരന്മാർ വകവരുത്തിയ ദേവന്മാരെ ബൃഹസ്പതിക്ക് ജീവിപ്പിക്കാൻ കഴിഞ്ഞതുമില്ല. കാരണം ബൃഹസ്പതിക്ക് സഞ്ജീവനി മന്ത്രം അറിയില്ലായിരുന്നു. അത്യന്തം പരിഭ്രമിച്ച ദേവന്മാർ ബൃഹസ്പതിയുടെ മൂത്ത മകനായ കചനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ അങ്ങയെ മാത്രം ശരണമായി കരുതി വന്നിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അസുര ആചാര്യനായ ശുക്രാചാര്യൻ്റെ കയ്യിൽ നിന്നും അങ്ങ് സഞ്ജീവനി മന്ത്രം കരസ്ഥമാക്കണം. ശുക്രാചാര്യൻ വിഷപർവൻ്റെ അടുത്താണ് ഈയിടെ താമസിക്കുന്നത്. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് കചൻ ശുക്രാചാര്യൻ്റെ അടുത്തുപോയി പറഞ്ഞു, ഹേ ഗുരു, എൻ്റെ പേര് കചൻ. അവിടുന്ന് എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. ഞാൻ 1000 കൊല്ലം ബ്രഹ്മചാരിയായി അങ്ങയുടെ അടുത്തു കഴിയാം. അങ്ങയെ സേവിക്കാം. ദയവായി എൻ്റെ അഭ്യർത്ഥന കൈക്കൊണ്ടാലും. ശുക്രാചാര്യൻ കചനെ സ്വാഗതം ചെയ്തു. ബ്രഹ്മചര്യാവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയ കചൻ ഗുരുവായ ശുക്രാചാര്യനെ സന്തുഷ്ടനാക്കിയതു മാത്രമല്ല, ഗുരുപുത്രിയായ ദേവയാനിയെയും സന്തുഷ്ടയാക്കി. കചൻ അപ്രകാരം അവിടെ 500 വർഷം കഴിച്ചുകൂട്ടി. കാലം ഇത്രയുമായപ്പോൾ കചൻ്റെ ഉദ്ദേശമെന്താണെന്ന് ദാനവന്മാർക്ക് മനസ്സിലായി. ദാനവന്മാർ പശുവിനെ മേയ്ക്കാൻ പോയ കചനെ പിടികൂടി കണ്ടം തുണ്ടമാക്കി വെട്ടി ചെന്നായ്ക്കൾക്ക് ഭക്ഷണമായി എറിഞ്ഞുകൊടുത്തു. പശുപാലകനായ കചനെ കൂടാതെ ഗോക്കൾ ആശ്രമത്തിൽ തിരിച്ചെത്തി. കചൻ തിരിച്ചെത്താത്തത് ദേവയാനി ശ്രദ്ധിച്ചു. അവൾ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അങ്ങ് സന്ധ്യയ്ക്ക് ചെയ്യാറുള്ള അഗ്നിഹോത്രയാഗം ചെയ്തു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. കചനെ കൂടാതെയാണ് പശുക്കൾ മടങ്ങി വന്നിരിക്കുന്നത്. കചൻ എവിടെ പോയി അച്ഛാ? തീർച്ചയായും ആരെങ്കിലും അയാളെ കൊന്നിരിക്കും. അല്ലെങ്കിൽ അയാൾ ആപത്തിൽപ്പെട്ട് മരിച്ചു കാണും. അച്ഛാ, ഞാൻ അങ്ങയോടൊരു സത്യം പറയാം. കചനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ശുക്രാചാര്യൻ മറുപടി പറഞ്ഞു, മകളെ, നീ എന്തിനാണ് ഇത്രയും പരിഭ്രമിക്കുന്നത്? ഞാൻ അവനെ ഇപ്പോൾ തന്നെ ജീവിപ്പിച്ചു തരാം. സഞ്ജീവനി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശുക്രാചാര്യർ കചനെ വിളിച്ചു. മോനെ കച, വാ ഇവിടെ.
ഞൊടിക്കുള്ളിൽ ചെന്നായ്ക്കളുടെ വയർ പിളർന്നുകൊണ്ട് കജന്റെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങൾ പുറത്തു വന്നു. അവ ഒന്നു ചേർന്ന് പഴയപടി കജനായി മാറി. വീണ്ടും അയാൾ ശുക്രാചാര്യനെയും ദേവയാനിയെയും സേവിക്കാൻ തുടങ്ങി. പിന്നീടൊരിക്കൽ ദാനവന്മാർ കജനെ ചുട്ടെരിച്ച് സമുദ്രത്തിൽ കലക്കി. ദേവയാനിയുടെ നിർബന്ധത്തിനു വഴങ്ങി വീണ്ടും ശുക്രാചാര്യർ സഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് കജനെ വീണ്ടും ജീവിപ്പിച്ച് വരുത്തി. മൂന്നാം തവണ അസുരന്മാർ ഒരു കടുങ്കൈയാണ് കാണിച്ചത്. കജനെ വധിച്ച ശേഷം ആ പ്രേതത്തെ അവർ ചുട്ടു ഭസ്മമാക്കി. ആ ഭസ്മം മുഴുവൻ കള്ളിൽ കലക്കി അവർ ശുക്രാചാര്യന് തന്നെ കുടിക്കാൻ കൊടുത്തു. സന്ധ്യയായിട്ടും കജനെ കാണാഞ്ഞ് ദേവയാനി ശുക്രാചാര്യനോട് ചോദിച്ചു, അച്ഛാ, പൂക്കൾ സംഭരിക്കാൻ പോയ കജൻ ഇത്രയും നേരമായിട്ടും മടങ്ങി വന്നിട്ടില്ല. വീണ്ടും അവനെ ആരെങ്കിലും കൊന്നു കാണുമോ? അവനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഇത് ഞാൻ ആണയിട്ട് പറയുകയാണ്. സാവധാനം ശുക്രാചാര്യൻ ദേവയാനിയോട് പറഞ്ഞു, മകളെ, ഞാൻ എന്തു ചെയ്യാനാണ്? അസുരന്മാർ അവനെ ആവർത്തിച്ചാവർത്തിച്ചു കൊല്ലുന്നു. ഇപ്പോൾ അവൻ്റെ മരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ട് നീ ശാന്തയായിട്ടിരിക്കുക. ഇതുകേട്ട് ദേവയാനി പൊട്ടിത്തെറിച്ചു. കജനെ ജീവിപ്പിച്ചില്ലെങ്കിൽ താൻ ജീവൻ ഉപേക്ഷിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. ഗത്യന്തരമില്ലാതെ സഞ്ജീവനി മന്ത്രം പ്രയോഗിക്കാൻ ശുക്രാചാര്യർ വീണ്ടും തുനിഞ്ഞു. മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം കജനെ വിളിച്ചു. ശുക്രാചാര്യൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് കജൻ വിളി കേട്ടു. വീണ്ടും കജനെ വിളിച്ചാൽ അച്ഛൻ്റെ വയറുപൊട്ടി കജൻ പുറത്തു വരും. അതോടെ അച്ഛൻ മരിക്കും. സഞ്ജീവനി മന്ത്രം വീണ്ടും ജപിച്ചില്ലെങ്കിൽ കജൻ വയറ്റിൽ കിടന്ന് ദഹിച്ചു പോകും. അതുകൊണ്ട് ദേവയാനിയെ അനുനയിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഫലിച്ചില്ല. ഒടുവിൽ ശുക്രാചാര്യൻ പറഞ്ഞു, മകനെ കജ, ഞാൻ നിന്നിൽ അത്യന്തം സന്തുഷ്ടനാണ്. നീ വേഷം മാറി വന്ന ഇന്ദ്രനൊന്നുമല്ലല്ലോ. നീ സഞ്ജീവനി മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക. സഞ്ജീവനി മന്ത്രത്തിൻ്റെ ബലത്താൽ എൻ്റെ വയർ പിളർന്ന് നീ പുറത്തു വരിക. എൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നതാകിയാൽ നീ എനിക്ക് യോഗ്യനായ പുത്രന് തുല്യമാണ്. അതുകൊണ്ട് എന്നിൽ നിന്നും കിട്ടിയ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് നീ എന്നെ ജീവിപ്പിക്കണം. കാര്യങ്ങൾ അപ്രകാരം നടന്നു. സഞ്ജീവനി മന്ത്രം ലഭിച്ചതിൽ ആനന്ദചിത്തനായി തീർന്ന കജൻ ശുക്രാചാര്യനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർണപുടങ്ങളിൽ സഞ്ജീവനി വിദ്യാരൂപമായ അമൃതവർഷം ചൊരിഞ്ഞ ഈ മഹാൻ എൻ്റെ അച്ഛനാണ്, ഒപ്പം എൻ്റെ അമ്മയുമാണ്. ഭഗവാനെ, ഞാൻ അങ്ങയോട് കൃതാർത്ഥനായിരിക്കുന്നു. ഞാനൊരപരാധവും അങ്ങയോട് കാട്ടുകയില്ല. ഉത്തമ ജ്ഞാനദാതാവിനെ ആദരിക്കാത്തവൻ നരകത്തിൽ പതിക്കും. തന്നെ വഞ്ചിച്ച് കള്ളു കുടിപ്പിച്ചതിലൂടെ ഒരു ബ്രാഹ്മണ കുമാരനെ കൂടി ഭക്ഷിക്കാനിടയായതിൽ ശുക്രാചാര്യന് ദുഃഖവും ക്രോധവും ഉണ്ടായി. അതുകൊണ്ട് ശുക്രാചാര്യൻ പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഈ ലോകത്ത് ഏതെങ്കിലും ശ്രേഷ്ഠൻ കള്ളു കുടിക്കുമെങ്കിൽ അവന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കണം. അവൻ ബ്രഹ്മഹത്യാ പാപം ചെയ്തതായി കണക്കാക്കണം. അവന് ഈ ലോകത്തു മാത്രമല്ല പരലോകത്തും ഗതി കിട്ടുകയില്ല. ബ്രാഹ്മണന്മാരെ, ദേവന്മാരെ, മാനസ സന്താനങ്ങളെ, ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. ഞാനിതാ ഒരു ധാർമ്മിക നിയമം നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ഇതാരും ലംഘിക്കരുത്. സഞ്ജീവനി മന്ത്രവും സ്വീകരിച്ച് കുറച്ചു കാലം കൂടി കജൻ ശുക്രാചാര്യനോടൊപ്പം കഴിഞ്ഞുകൂടി. തുടർന്ന് ആചാര്യൻ കജനെ സ്വർഗത്തേക്ക് പോകാൻ അനുവദിച്ചു. സ്വർഗത്തിലോട്ട് പോകാൻ പുറപ്പെടുന്ന കജനോട് ദേവയാനി പറഞ്ഞു, ഋഷികുമാര, താങ്കൾ സദാചാരവും കുലീനയും അറിവും തപോബലവും ജിതേന്ദ്രിയത്വവും ഉള്ളവൻ തന്നെയാണ്. എന്നാലും എന്നെ വിട്ടു പോകരുത്. അതിന് മറുപടിയായി കജൻ പറഞ്ഞു, ദേവി, ഞാൻ ദേവിയുടെ അച്ഛനെ എൻ്റെ അച്ഛനായി കൂടി കാണുന്നു.
ഇതിനു മറുപടിയായി ദേവയാനി പറഞ്ഞു, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ താങ്കൾ ഗൃഹസ്ഥാശ്രമിയാകേണ്ട കാലം വന്നിരിക്കുന്നു. ഗജ, ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. ഞാൻ അങ്ങയുടെ ദാസിയാണ്. അങ്ങ് വിധിപൂർവകം എൻ്റെ കരം ഗ്രഹിച്ചാലും. ഇതുകേട്ട് കജൻ ദേവയാനിയോട് പറഞ്ഞു, ശുക്രാചാര്യൻ എനിക്കും അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ എനിക്ക് ഗുരുപുത്രി എന്ന നിലയിൽ പൂജനീയയാണ്. എങ്കിലും നീ എൻ്റെ സഹോദരിയാണ്. കാരണം ആചാര്യൻ്റെ ഉദരത്തിൽ നിന്നും ഞാൻ വീണ്ടും പിറന്നിരിക്കുന്നു. അതിനാൽ നീ എൻ്റെ സഹോദരി തന്നെയാണ്. അതുകൊണ്ട് ഈ സഹോദരനെ തിരിച്ചു പോകാൻ നീ ആശീർവദിക്കുക. വല്ലപ്പോഴും ഈ സഹോദരനെ പവിത്രഭാവത്തോടു കൂടി നീ സ്മരിക്കുക. വീഴ്ചയില്ലാതെ ആചാര്യൻ്റെ സേവനവും നടത്തുക. ദേവയാനി ഇതുകേട്ട് മറുപടി പറഞ്ഞു, ഹേ ഋഷികുമാര, ഞാൻ പ്രേമഭിക്ഷയാണ് ആവശ്യപ്പെടുന്നത്. അവിടുന്ന് തന്നിഷ്ടം കരുതി എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ സഞ്ജീവനി മന്ത്രം ഫലിക്കാതെ പോകും. ദേവയാനിയുടെ ശാപത്തിൽ തെല്ലും കുലുങ്ങാതെ ശാന്തചിത്തനായി കജൻ പറഞ്ഞു, സഹോദരി, നിന്നെ ഞാൻ ഗുരുപുത്രിയായ സഹോദരിയായി തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്വീകരിക്കാത്തത്. അല്ലാതെ നിന്നിൽ ഒരു കുറ്റവും കുറവും ഉണ്ടായതുകൊണ്ടല്ല. നിന്നെ സ്വീകരിച്ചു കൊള്ളാൻ ഗുരുദേവൻ എന്നോട് കൽപ്പിച്ചതുമില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ശപിച്ചോളൂ. ഒരു ശാപവും ഫലിക്കത്തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ കാമാവേശയായിട്ടാണ് എന്നെ ശപിച്ചത്. അതുകൊണ്ട് ഈ ശാപം ഫലിക്കുകയില്ല. ബ്രാഹ്മണനായ എന്നെ ശപിച്ചതുകൊണ്ട് ഒരു ബ്രാഹ്മണനും നിന്നെ വിവാഹം ചെയ്യില്ല. ഈ വിദ്യ എനിക്ക് മാത്രമല്ലേ ഫലിക്കാതെയുള്ളൂ. നിന്റെ ശാപം ഫലിക്കട്ടെ. പക്ഷേ ഞാൻ ഈ വിദ്യ മറ്റൊരാളിന് ചൊല്ലിക്കൊടുക്കും. അയാൾക്ക് ഈ വിദ്യ ഫലിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ് കജൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ദേവതമാർ കജനെ അഭിനന്ദിച്ചു. യജ്ഞഭാഗം സ്വീകരിക്കുന്നതിന് യോഗ്യതയുള്ളവനാക്കി തീർക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. കജൻ ശുക്രാചാര്യ സമീപത്തെത്തിയത് സഞ്ജീവനി മന്ത്രം കൈക്കലാക്കാനാണ്. തൻ്റെ ഉദ്ദേശത്തിന് ഗുരുപുത്രിയായ ദേവയാനിയുടെ സഹായം അനിവാര്യമാണെന്ന് കജന് അറിയാമായിരുന്നു. അതിനാൽ അയാൾ ആടിയും പാടിയും പൂക്കൾ പറിച്ചു കൊടുത്തുമൊക്കെ ദേവയാനിയെ പാട്ടിലാക്കുകയായിരുന്നു. ദേവയാനിയെ സ്നേഹിച്ചും ആദരിച്ചും പാട്ടിലാക്കുക എന്നത് കജൻ്റെ ലക്ഷ്യപ്രാപ്തിക്കുള്ള അനിവാര്യമായ ഒരു ഘടകം തന്നെയായിരുന്നു. അത് വെറുമൊരു സ്നേഹമാണെന്നും പ്രേമമല്ലെന്നും മറ്റും കജന് ദേവയാനിയോട് വെളിപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. കുലീനയും വിദ്വാനും സുന്ദരനുമായ ഒരു കുമാരൻ്റെ സ്നേഹവായ്പകൾ പ്രേമപ്രകടനമല്ലെന്ന് ധരിക്കാൻ ലോകത്ത് ഒരു സ്ത്രീക്കും സാധിക്കുകയും ഇല്ലായിരുന്നു. ഈ നിലയിൽ നോക്കുമ്പോൾ പ്രേമിക്കാതെ വെറുതെ സ്നേഹിച്ചയാളും വെറുതെ സ്നേഹിക്കാതെ പ്രേമിച്ചയാളും കുറ്റക്കാരൻ അല്ല. അതുമാത്രമല്ല, കജൻ ദേവയാനിയുടെ സഹോദരനായി മാറുകയും ചെയ്തു. അതിനാൽ കജനിലും ദേവയാനിയിലും ആർക്കും ഒരു കുറ്റവും കാണാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ധർമാചരണം ഇരുവർക്കും തുല്യം തന്നെ. ആകയാൽ ശാപവും ഫലിച്ചില്ല. ദേവയാനി കജനെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് കജനും അറിയാം. കജന് ദൗത്യം നിറവേറാൻ സ്വർഗത്തു പോയേ പറ്റുമായിരുന്നുള്ളൂ. അതുമാത്രമായിരുന്നു കജൻ്റെ ധർമ്മം. ദേവയാനിക്ക് കജനോടുള്ള പ്രേമം വ്യാജമല്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കജൻ ദേവയാനിയെ വഞ്ചിച്ചതായി നമുക്ക് തോന്നാം. പക്ഷേ ഇത് മനസ്സറിഞ്ഞൊരു വഞ്ചനയല്ല. അങ്ങനെയാണെങ്കിൽ കാര്യം തുറന്ന് ദേവയാനിയെ അറിയിക്കാഞ്ഞത് എന്ത് എന്നും നമുക്ക് തോന്നാം. അപ്രകാരം ചെയ്താൽ അത് ദേവന്മാരോടുള്ള വഞ്ചനയായിരിക്കും. വലിയൊരു ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന കജൻ തന്നെ സ്വന്തം ദൗത്യത്തെ അട്ടിമറിച്ച
കൃതജ്ഞത അയാളിൽ വന്നു ചേരും. തുടർന്ന് ദേവന്മാരുടെ ശാപവും ഏറ്റുവാങ്ങേണ്ടി വരും. ലോകത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഒരു കുറഞ്ഞ ദോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ആ നിലയിലാണ് കജൻ ദേവയാനിയെ ഇവിടെ തടഞ്ഞത്. വ്യത്യസ്തമായ ദൃഷ്ടിപഥത്തിലൂടെ നോക്കുമ്പോൾ കജൻ യുവതിയെ വഞ്ചിച്ചതായി ഒരുവന് ആരോപിക്കാം. എന്നാൽ മനസ്സറിഞ്ഞ വഞ്ചനയല്ല അത്. വഞ്ചന അല്ലെങ്കിൽ ദേവയാനിക്ക് ഒരു സൂചനയെങ്കിലും കൊടുക്കാഞ്ഞതെന്ത്? വീണ്ടും സംശയം. അത് കജൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നാണ് ഉത്തരം. കക്ഷത്തിലുള്ളത് വീഴുകയും അരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്ന അവസ്ഥയായിരുന്നു ഇവിടെ കജന്. അയാൾ ഉത്തരത്തിലുള്ളതാണ് എടുത്തത്, കക്ഷത്തിലുള്ളത് വീണു പോവുകയും ചെയ്തു. ഇത് ചതിയല്ല, കജൻ്റെ ഗതികേടാണ്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ആ സമയത്തൊക്കെ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കേണ്ട എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകും. രണ്ടും ഒരുപോലെ സ്വീകരിക്കണം എന്ന തോന്നൽ നമുക്കുണ്ടാകാം. ആ സമയത്ത് വളരെ ചിന്തിച്ച് ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കുക. ഏതാണ് ശ്രേഷ്ഠമായത്, ഏതാണ് കൂടുതൽ നല്ലത് എന്നാലോചിച്ച് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. അടുത്ത ദിവസം നിർബന്ധമായും എല്ലാവരും കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ കഥ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങളുണ്ട്. 2-3 ദിവസമായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. ഹരേ കൃഷ്ണ.